നമസ്കാരം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സംസ്ഥാന ഭരണത്തിലെ ഉന്നതർ ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ കേസിലെ അന്വേഷണം മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ MLA-യിലേക്ക് നീങ്ങാനുള്ള സാധ്യത ശക്തമായതോടെയാണ് വിഷയം കൂടുതൽ സങ്കീർണമാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രസ്താവനകൾ അയ്യപ്പ വിഗ്രഹം വിറ്റത് ആർക്കാണെന്നും അതുപോലെ ഈ ഇടപാടിന് പിന്നിലെ വൻകിട മുതലാളിമാർ ആരൊക്കെയാണെന്നും കടകംപള്ളിക്ക് കൃത്യമായി അറിയാമെന്നുമുള്ള ആരോപണങ്ങൾ അത് നിലവിലെ അന്വേഷണ ദിശയുമായി ചേർന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് നേരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ നിലവിലെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയപരമായി നേരിടുന്ന വെല്ലുവിളികൾ അത് മുൻപെങ്ങും ഇല്ലാത്ത വിധം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നിയമപരമായിട്ടുള്ള പുരോഗതി സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ ദേവസ്വം ബോർഡിന്റെ ഭരണസാരഥ്യം അത് ജയകുമാർ IAS ഏറ്റെടുക്കുന്ന നടപടി അത് സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ഒരു താൽക്കാലികമായ ശ്രമം മാത്രമാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം മുൻപ് നടന്നതായിട്ട് പറയപ്പെടുന്ന വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളും സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളും ഒക്കെ തന്നെ മൂടിവെക്കാൻ കളങ്കമില്ലാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് വഴി മാത്രം ഇത് സാധിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നു. നൂറുകണക്കിന് വിശ്വാസികളുടെ വികാരങ്ങളെ ബാധിച്ച ഈ ഒരു വിഷയത്തിൽ ഭരണപരമായ തലത്തിലെ ഒരു അഴിച്ചുപണി മാത്രം കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഭരണരംഗത്ത് സുതാര്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാകുമ്പോഴും ഈ കേസിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും അന്വേഷണം എത്തുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനാൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ സങ്കീർണമായ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള വെല്ലുവിളികളാണ് നേരിടാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് മുൻപ് ഈ കസേരയിൽ ഇരുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾക്ക് ഭാഗികമായെങ്കിലും പുതിയ ഭരണാധികാരി ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇപ്പോൾ അത് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യമാണ്. ഒരേ കാലയളവിൽ തിരുവാഭരണ കമ്മീഷണർ പദവി വഹിച്ചവരിൽ ഒരാളായിട്ടുള്ള ബൈജു അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നാൽ CPM-ന്റെ ഉന്നത തലങ്ങളിലൊക്കെ തന്നെ വലിയ പിടിപാടുള്ള വാസു ഇപ്പോഴും പുറത്തിങ്ങനെ വിലസി നടക്കുകയും ചെയ്യുന്നതിൽ അന്വേഷണ സംഘത്തിന്റെ മേൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്ന സംശയവും വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തിരുവാഭരണ കമ്മീഷണറുടെ പദവിയിലിരുന്ന രണ്ട് വ്യക്തികളെ ഒരേ കേസിൽ രണ്ട് മാനദണ്ഡങ്ങളോടെ കാണുന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസികൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നു. N. വാസുവിന്റെ അറസ്റ്റ് വൈകുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ ഉന്നത നേതൃത്വത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണോ അതിന്റെ ഭാഗമാണോ എന്ന നിരീക്ഷണവും ഇപ്പോൾ ശക്തമാണ്. ഈ ഘട്ടത്തിൽ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായാൽ കേസിന്റെ ഗതി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നത്. സ്വർണ്ണക്കടത്തിന്റെയും അതോടൊപ്പം തന്നെ ക്രമക്കേടുകളുടെയും ഒക്കെ തന്നെ പ്രധാന കാരണം സ്പോൺസർഷിപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തന്നെ മുൻകൈയെടുത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസറെ സമീപിച്ചതിനാണ്. 2016 മുതൽ 2021 വരെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലയളവിലാണ് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ നീക്കം ചെയ്യുകയും സ്വർണം പൂശുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായത്. സാധാരണഗതിയിൽ സ്പോൺസർമാരാണ് ചെലവ് വഹിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് ദേവസ്വം ബോർഡിനെ സമീപിക്കാറുള്ളത്. എന്നാൽ ഈ കട്ടളപ്പാളി കേസിൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. സ്വർണം പൂശുന്നതിനായിട്ട് പോറ്റിയോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. 2019 ഫെബ്രുവരി 16 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്മീഷണർക്ക് നൽകിയ കത്ത് ഇത് വ്യക്തമാക്കുന്നു. ഈ മുൻകൈയെടുക്കൽ അത് സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന ആരോപണത്തിന് ഇത് കൂടുതൽ ബലം നൽകുകയാണ്. ഈ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ ഉന്നതതലത്തിലെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് തീർച്ചയായിട്ടും ബാധ്യസ്ഥതയുണ്ട്. ഏതായാലും പ്രതികളെ റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ ഈ കേസിൽ കരുവായി ഉപയോഗിക്കപ്പെടുകയായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഈ കേസിലെ ഉന്നതതല ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പോറ്റിയെ കരുവാക്കിയ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചിരുന്നത് N. വാസുവാണെന്നതിനും അദ്ദേഹത്തിന്റെ PA ആയിരുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സുധീഷ് കുമാർ ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നതിനും റിപ്പോർട്ടുകൾ സ്ഥിരീകരണം നൽകും. ഈ സാഹചര്യത്തിൽ N. വാസുവിന്റെ പങ്ക് വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഏത് നിമിഷവും സംഭവിക്കാം. എങ്കിലും SIT-യുടെ ശ്രദ്ധ നിലവിൽ ഇപ്പോൾ N. വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതിലാണ് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. കാരണം ഹൈക്കോടതി തന്നെ ശബരിമല സ്വർണ്ണക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത് ഈ കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അത് കടകംപള്ളിയിലേക്ക് എത്തുകയാണെങ്കിൽ നിയമ നടപടികൾ കൂടുതൽ ശക്തമാകും. കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അത് MLA സ്ഥാനത്തിന് ഭീഷണിയാവുകയും ചെയ്താൽ സംസ്ഥാന ഭരണകക്ഷിയായിട്ടുള്ള CPM-ന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അത് തീർച്ചയായിട്ടും കനത്ത തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക. നിയമപരമായി ഒരു MLA ഉടൻ രാജിവെക്കേണ്ടതില്ലെങ്കിൽ പോലും കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വൈകാരിക വിഷയത്തിൽ ഒരു മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധമുയർത്തും. ഇത് അദ്ദേഹത്തിന് പൊതുരംഗത്ത് തുടരാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം ഉറപ്പായിട്ട് സൃഷ്ടിക്കും. ഇതോടെ ഇനി മുന്നിൽ വരാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ ഈ കേസ് ഒരു സുപ്രധാന ചർച്ചാ വിഷയമായി മാറും. ഉന്നതരായ വ്യക്തികളുടെ അറസ്റ്റ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന്
ഭയന്നാണോ അന്വേഷണ നടപടികളൊക്കെ ഇപ്പോൾ വൈകുന്നത് എന്ന സംശയവും ഇപ്പോൾ വ്യാപകമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനാൽ നീതിന്യായ വ്യവസ്ഥയുടെ തുടർ നടപടികൾ സർക്കാരിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും കേരളത്തിലെ വിശ്വാസ സമൂഹവുമായുള്ള സർക്കാരിൻ്റെ ബന്ധത്തെയും നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന ഘടകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.